ഞാൻ അവിടെ വെച്ചോ ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ വേണം വെച്ചാ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്നതാണ്. കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും കോടതിയിലായാലും ബഹളം വെച്ചോളൂ. കേസ് നമ്പർ 23/3/1994 വിസ്താരമെല്ലാം കഴിഞ്ഞു. 1-ാം കക്ഷി നെയ്യാറ്റിൻകര കുളത്തറ ശൂലംകുഴി വീട്ടിൽ മാധവൻ തമ്പി മകൻ ബാലചന്ദ്രൻ തമ്പി കൂട്ടിലേക്ക് കയറുക. രണ്ടാം കക്ഷി പടവലം വീട്ടിൽ കുട്ടമ്പിള്ള മകൾ നീലിമ ബാലചന്ദ്രൻ തമ്പി. ബാലചന്ദ്രൻ തമ്പി വെട്ടിയിട്ടുണ്ട്. നീലിമ കുട്ടമ്പിള്ള കൂട്ടിലേക്ക് കയറുക. ഇരു കക്ഷികളുടെ വക്കീലന്മാരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും കോടതി കേട്ടു. അടിപൊളിയായിരുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്കതിയായ വിശ്വാസമുണ്ട് യുവർ ഓണർ. എനിക്ക് ചുമ്മാ യുവർ ഓണർ, കള്ളം പറയട്ടെ, പഠിച്ച കളിയാണ്. കോടതിയിലെ കള്ളപ്പനാടി കള്ളി 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 കള്ളി. യുവർ ഓണർ എപ്പോഴും നീ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്റെ അച്ഛനാണ് വിളിച്ചത് യുവർ ഓണർ. ഞാനിവിടെ ഇരിക്കണോ അതോ പോണോ? ഇരുന്നത്. ഏതായാലും നിങ്ങളുടെ വിവാഹമോചനം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അല്ല, സന്തോഷം. എനിക്ക് വിവാഹമോചനം വേണ്ട. എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് വിവാഹമോചനം വേണം യുവർ ഓണർ. ഇത് എന്ത് വിധിയാണ്, എന്ത് ക്രൂരതയാണ്, ഇതെങ്ങനെ സംഭവിച്ചത്? ഓവർ കോൺഫിഡൻസ് കാരണം വക്കീലിനെ വേണ്ടാന്ന് പറഞ്ഞ് താൻ തന്നെയല്ലേ ഈ കേസ് വാദിച്ചത്. അതുകൊണ്ടല്ലേ കേസ് തോറ്റ്. അമ്മ പോടാ തോറ്റു തൊപ്പിയിട്ടവനെ. ശാരദേ മിണ്ടാതിരി, ഇത് കോടതിയാ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു കാര്യം, ഒരു സങ്കടം ഉണർത്തിക്കാറുണ്ട്. ഞാൻ മാധവൻ തമ്പി, ഈ നിൽക്കുന്ന ബാലചന്ദ്രൻ തമ്പിയുടെ അച്ഛനാ. നീ പോടാ. എന്താന്ന് പറയാ? ഞാൻ അങ്ങ് നെയ്യാറ്റിൻകരയെന്ന് വരിക. എന്റെ പറമ്പിൽ ഒരു 3-4 പണിക്കാരെ നിർത്തിയിട്ടുണ്ട് തേങ്ങ ഇടിയിപ്പിക്കാൻ വേണ്ടി. ഞാൻ ചെന്നിട്ട് വേണം ആ തേങ്ങ ഇടിയിപ്പിക്കാനായിട്ട്. ഇത് പെട്ടെന്നൊന്നും തീർത്ത് തരുമോ? ഇത് എപ്പോൾ തീർന്ന് കിട്ടും? എത്ര തേങ്ങ കിട്ടും? അതൊരു 10-20,000 വരെയൊക്കെ ഉണ്ട്. ഇപ്പൊ കുറവാ, 10,000-ഓളം അടുത്ത് വരും. കോടതിയുടെ വിലപ്പെട്ട സമയം തേങ്ങ ഇടുന്നതിന് വേണ്ടി കളഞ്ഞേനെ. ആ 10,000 തേങ്ങയിൽ 5,000 തേങ്ങ കോടതി വളപ്പിൽ കൊണ്ടുവരണം. മനസ്സിലായ? അല്ല, ഇതിനെന്താ ഇപ്പൊ ഒരു പേട്ട് തെങ്ങല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ആവശ്യം പോലെ ഇട്ടെടുത്തോണ്ടാ പോലെ. എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ഓർഡർ ഓർഡർ. ഓ, ഉത്തരവ്. ഇനി കുട്ടികളുടെ കാര്യം. അച്ഛൻ്റെ കൂടെ പോകണമെന്നുള്ളവർക്ക് അച്ഛൻ്റെ കൂടെ പോവാം, അമ്മയുടെ കൂടെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെ ആവാം. അച്ഛൻ്റെ കൂടെ പോകുന്നവർ അച്ഛൻ്റെ കൂടെ ഈ കൂട്ടിലേക്ക് കയറുക, അമ്മയുടെ കൂടെ പോകാനുള്ളവർ ഇതിനകത്ത് കയറുക. പിള്ളേർ എൻ്റെ അവിടെ നിൽക്കുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. മകളെ വാ മകളെ. എൻ്റെ കൂടെ വന്നവന്മാര് എനിക്കെന്നെ കൈയടിക്കണടാ. ശങ്കര, സുരേന്ദ്ര, ലച്ചു, മോള് വാ. അച്ഛൻ്റെ പൊന്നു മകളല്ലേ, വാ. എന്താ അങ്ങോട്ടൊരു ചായവ് മകളെ? എടി കള്ളി, എനിക്ക് പണ്ടേ അറിയാണെന്നടി ഇപ്പേരും കള്ളി കളഞ്ഞു. എടി ഇതിനെ തോളിട്ട് വളർത്തിയടി. ശിവ ആളചക്കരെ. അച്ഛാ, എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. പിന്നെ പക്ഷെ എനിക്ക് പട്ടിണി കിടന്ന് ചാവാൻ വയ്യച്ചാ. ശരി, ഓള് ഭവാനി മേലെ തനിപ്പാർക്കാണ്. മകളെ, അച്ഛൻ വിളിക്കാതെ തന്നെ എൻ്റെ ക്യാഷ് കിട്ടാൻ അച്ഛനെടുത്ത് വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. തീർന്നില്ലേ ഇനി? ഇല്ല സാറേ, അമ്മാതിരി പണിയല്ലേ അവൻ ചെയ്തു വെച്ചത്. ഇനിയുണ്ട്. ഇതാരാ? എൻ്റെ അമ്മായി അമ്മ. ഉണ്ടായിരുന്നുണ്ട്, കോടതിയാണ്. മകളെ പൊന്നു മക്കളെ, വാ. കണ്ടടി
എൻ്റെ പെറ്റാണ് അവൻ. അക്കരെ വാ ആ വാടാ വാടാ ഡേയ് ഡേയ് ഡേയ്. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അച്ഛാ. കോടതി നടപടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. വിവാഹമോചനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി മോചനദ്രവ്യമായി ബാലചന്ദ്രൻ തമ്പിയുടെ പേർക്ക് ഉള്ളതോ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നതുമായ സകലമാന സ്ഥാവര ജംഗമ വസ്തുക്കളും നീലിമ കുട്ടമ്പിള്ളിയുടെയും അവരുടെ മക്കളുടെയും പേരിൽ എഴുതി വയ്ക്കണം. ദൈവമേ, ഇത് എന്തൊരു വിധിയാണിത്? എന്ത് വിധിയാണിത്? പിന്നെ താങ്കൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ 14 ജില്ലകളിലെ ഏതെങ്കിലും കടവരാന്തയിൽ താങ്കളെ കിടക്കാൻ അനുവദിക്കുന്നതല്ല. അപ്പൊ ഞാൻ എവിടെ അന്തി ഉറങ്ങും? യുവർ ഓണർ, ഒരപേക്ഷയുണ്ട്. എനിക്ക് വിവാഹമോചനം മാത്രമല്ല, ജീവിതമോചനം കൂടി ആവശ്യമാണ്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്നെ വന്ന് കാണാൻ പാടില്ല ഇദ്ദേഹം. അങ്ങനെ ആവട്ടെ. മിസ്റ്റർ ബാലചന്ദ്രൻ തമ്പി, ഇനി എന്തോന്ന് ബാലേന്ദ്രൻ തമ്പി? അമ്മയും മക്കളും കൂടെ വലിച്ചേറി കൂടി എൻ്റെ രക്തം. ഓർഡർ ഓർഡർ. നാളെ മുതൽ താങ്കൾക്ക് കേരളത്തിൽ കാലുകുത്താൻ അനുവാദമില്ല. മൈ ഡിയർ യുവർ ഓണർ, ഏ എവളെ പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കുകയായിരുന്നു. ശാരീരികമായി? ശാരീരികമായിട്ട് ഞാൻ കുറച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും എവളാണ് എന്നെ പീഡിപ്പിച്ചത്. അതെ, ഞാൻ അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്. യെസ് യുവർ ഓണർ, അറിയാതെ ഒരു തുണ്ട് പീടി വലിച്ചതിന് എവളെന്നെ 3 ദിവസം പട്ടിണിക്കിട്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ പെക്കടിച്ചു. അതിനവർ ചെയ്തത് ഈ അമ്മയും മക്കളും കൂടെ എന്നെ പൊതുജീവിതം തല്ലി എന്നെ അവശനാക്കി. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ജോലിക്ക് പോത്തേന് ചവളയിട്ട് കുത്തി, ദിവസവും അപമാനവും പട്ടിഷോയും. ഇപ്പോ വിവാഹമോചനവും കഴിഞ്ഞ് സ്വത്തെല്ലാം അവളുടേതായി. ഒരു പുരുഷായുസ് മുഴുവനാണ് കത്തിത്തീർന്നത്. ഓർഡർ. ഞാൻ എൻ്റെ നീലിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ നീലിമയെ ഒരുപാട് സ്നേഹിച്ചു. മറുകണ്ഠം ചാടി എൻ്റെ മക്കളെയും. പക്ഷേ എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ബാല്യം, എൻ്റെ യൗവനം, എൻ്റെ കൗമാരം, ഇതൊക്കെ എനിക്ക് തിരിച്ചു തരുമോ? ഓണർ. ഒക്കെ ഒന്നും വേണ്ട. സോറി. How can you punish me more? How can you punish me more? എന്തോന്ന്? ജഡ്ജി, നീ പോയില്ലേ? എവിടെ പോയില്ലേന്ന്? എന്തോ നിനക്ക് ഉറക്കത്തിൽ തന്നെ പിച്ച് മനുഷ്യനെ പിച്ചുമയും പറന്ന് പേടിപ്പിക്കണം. സ്വപ്നം കണ്ടേ ജഡ്ജി, കോടതി, പിള്ളേരൊക്കെ പോയാ? പിള്ളേരോടെ പോയ? അയ്യോ, വല്ലാത്തൊരു സ്വപ്നം തന്നെ കേട്ടാ. അതിപ്പോ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. എന്ത് സ്വപ്നം കണ്ട? കോടതിയിൽ ജഡ്ജി. കോടതിയിൽ ജഡ്ജിയാ നിങ്ങള്? നമ്മുടെ വിവാഹമോചനം സ്വപ്നം കണ്ട്. അയ്യോ, സ്വപ്നത്തിലെങ്കിലും രക്ഷപ്പെടുവോ ഞാൻ? മോളെ അതെന്താന്നാവാലോ, നമ്മുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇന്നലെ രാത്രി അത് സംസാരിച്ചല്ലേ കിടന്നുറങ്ങിയത്. അതായിരിക്കും കണ്ടത്. പറയുമ്പോ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അവരൊന്നും വരൂലേ? പിന്നെ എല്ലാരും ഇപ്പൊ എത്തും. പെട്ടെന്ന് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്ക്, നീ കൂടെ പാടി. പിന്നെ ഇവിടെ ഒത്തിരി പണിയുണ്ടെന്ന് അറിയാം അടുക്കളയില്. എല്ലാരും വരുമ്പോ ഫുഡൊക്കെ കൊടുക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറയാം. 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ
അമ്മയച്ഛനും വരുമ്പോൾ ഇല്ലാത്ത കഥകളും പറഞ്ഞ് അവസാനം എന്നെ നാറ്റിക്കരുത്. മര്യാദക്ക് എന്നാ നാറ്റിക്കില്ല, മര്യാദയുടെ കാണിച്ച് നാറ്റിക്കേണ്ടി വരും. ആ ചക്കരമുത്തേ എന്താ പറയുന്നു? അമ്മുമ്മ വിളിച്ചോണ്ടിരുന്നതാ. മീശയും താടിയൊക്കെ വന്നപ്പോ ഒരു വിളി പോലും കണ്ടില്ലേടേ നീ? കോളേജിലൊക്കെ ആയപ്പോ നമ്മളൊക്കെ മറന്നല്ലേ? ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അടുത്തൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? അതൊക്കെ അതിന്റെ പാട്ടിന് എങ്ങനെയാണ് നന്നായിട്ട് പോണ പൂപ്പ. ആ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖകരമായിരുന്നു. ഈ മഴ ഒഴിച്ചാൽ മഴ ചാർന്നു. എന്ത് എല്ലാരും എവിടെ? ഓ സുഖടി. ആരും ഇല്ല ഇവിടെ. അമ്മോ ഇതാണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മ വന്നേ. എവിടെ? ആ അച്ഛാ. നീലുവേ അമ്മ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ കൂട്ടമ്പിള്ള എവിടെ? വരും. ആ. അവനെവിടെ? ബാലു? അയ്യോ ബാലുവിന്റെ കാര്യം ഒന്നും പറയണ്ട. അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ ഒരു മുങ്ങല് മുങ്ങിയതാ. എവിടെയാവോ? അവന്റെ കാര്യം അല്ലല്ലോ, അങ്ങനെയാണല്ലോ. നിന്നെടുത്ത് കാണത്തില്ല അവനെ. ഞങ്ങൾ എപ്പോ വന്നാലും അവനെ ഇവിടെ കാണാൻ. അതെ ആ കുഞ്ഞെന്തേടി? കുഞ്ഞ് ഇത്ര നേരം കളിച്ചും ചിരിച്ചും നടക്കുവായിരുന്നു, ഇപ്പൊ ഉറങ്ങി. അതിനെ ഉറക്കി കിടത്തിന്ന് പറഞ്ഞാൽ മതിയല്ലോ, അവക്ക് ഒരുങ്ങാൻ വേണ്ടിട്ട്. പിന്നെ ആ എടേ നിന്റെ ചെറുക്കനെവിടെ? അവനെവിടെ? അടുത്ത മാസം വരുവായിരിക്കും. വരുവായിരിക്കും. തിരക്കാണല്ലോ ജോലിയുടെ ഒക്കെ. അല്ല മോളെ, ഇതെന്ത് പ്രമാണിച്ച നിങ്ങൾ ഈ 30ാമത് വാർഷികം എന്നൊക്കെ പറഞ്ഞ കല്യാണം ഇതൊക്കെ എവിടെയായിരുന്നു? നാട്ടിൽ ഇതെനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഈ പിള്ളേരുടെ പണിയാ. ഇത് നിങ്ങളെല്ലാം കൂടി മൂച്ചു കൂട്ടിയാണ് ഇത് ഒപ്പിച്ചു വെച്ചത്. ഇത് ഇവളാണ് ഇതിന്റെ പിറകില്. ആ പൂപ്പ ഇപ്പൊ ഈ കല്യാണമൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന ട്രെൻഡിങ് ആണ്. അപ്പൊ നമ്മള് നമ്മുടെ സന്തോഷത്തിന് അല്ല, നമുക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും 60ാമത്തെ വെഡിങ് ആനിവേഴ്സറി വലിയൊരു കെങ്കി. അവൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു. അല്ല ശങ്കരനെ വരുന്നോട്ടെ എവിടെ? നമ്മളിവിടെ വണ്ടിയിലുണ്ടായിരുന്നു. വാഴക്കാലം എത്തിയപ്പോഴ് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, അങ്ങ് ഇറക്കി വിട്ടു. അതും തെറ്റി. അവന്റെ കാര്യം അങ്ങനെയാണല്ലോ. കണ്ണ് അടച്ചുറക്കുന്നതിന് മുമ്പ് ഇതിനെ പോയി കാണത്തില്ല. മായയാന്ന് തോന്നുന്നു. കളിയായിട്ടിരിക്കേ വെഡിങ് എന്ത് ആണ്ട അന്വേഷിച്ച് എൻ്റെ പിള്ള ബാലു ഹാപ്പി വെഡിങ്. കള്ളക്കിളവാ ചങ്കര, ഞാൻ വിചാരിച്ച് വരൂലെന്ന്. പിന്നെ അണ്ണ വരാതെ എടാ, നമ്മളെ കുടുംബത്തിലെ ഞാനല്ല പിന്നെ ഏത് പറ്റിയിരിക്കുന്നു കൂടെ വരാൻ. അടിച്ചാ അടിച്ചാ ഇല്ല കള്ളം പറയല്ലേ. എനിക്ക് പിന്നെ മണം കെട്ടി അറിഞ്ഞൂടാ. എനിക്ക് മണം കെട്ടി അറിഞ്ഞൂടെ? അടിച്ചാ രണ്ടെണ്ണം അടിച്ച് രണ്ടെണ്ണം അടിച്ചാ. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കിടന്ന് അങ്ങനെ അലമ്പ് കാണിച്ചാ ഞാൻ അടുത്ത ആ പാറ ഇവിടെ ഇടും. ഞാൻ ഒരു അനുഭവം കാണിക്കൂല. ആ അണ്ണാ അച്ഛകത്തുണ്ട്. അച്ഛനെ പോവാൻ പറയടാ. ഇന്ത്യ ആണ്ടിന് എനിക്ക് വരണ്ടേ? ആണ്ടാ? അല്ല വെഡിങ് ആണ്ട്. അണ്ണാ വെഡിങ് ആണ്ടല്ല അണ്ണാ, വെഡിങ് ആനിവേഴ്സറി. ആ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് വരണ്ടേ? ആ പറഞ്ഞ വലിയ മര്യാദക്ക് അറിയോ ഇങ്ങനെ കേട്ടോ. അത് സാധനമുണ്ട്, സാധനം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മതി. അത് ശരി. ആ സൈഡില്. ആ ആ മതി 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 മതി. അലമ്പാക്കല്ലേ പിള്ളേരെ. ഞാനില്ല. ചേച്ചിയോടാ മുഹൂർത്തത്തിന് സമയമായി, പോയി അച്ഛനും അമ്മേനെയും വിളിച്ചോണ്ടോ. എല്ലാരെയും വിളിച്ചോ.
എന്തുവാടാ വടിയായിട്ട്? അച്ഛന്റെ വടി അവിടെ മറന്നു വെച്ചിരുന്നു. ഈടാ അവന്റെ ഒരു നാണം കണ്ടില്ലേ? നാണവും മാനവും ഇല്ലാത്തവൻ. തങ്കരണ്ണ ചടങ്ങുകൾ നടക്കിട്ട് കയറി ഇരി. പോകാൻ പറ്റും. എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കും. അമ്മ ഇതൊന്നും മിണ്ടാതിരിക്കടാ. ഓ, നേരെ അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല. എല്ലാ ചടങ്ങിനും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇല്ലേ? ചെക്കനും പെണ്ണും അച്ഛൻ്റെ അമ്മയുടെയും കാലയുടെ അനുഗ്രഹം മേടിക്കണം ഫസ്റ്റ്. അതൊന്നും വേണ്ട, അതൊക്കെ പണ്ട് മേടിച്ചതാ. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കാണാൻ വേണ്ടിട്ടല്ലേ അപ്പൂപ്പ ഇതൊക്കെ ചെയ്യുന്നേ. പിന്നെ എന്റെ കുഞ്ഞും വെയിറ്റിംഗ് ആണ് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കല്യാണമൊക്കെ കാണാൻ. അതുകൊണ്ട് ഒന്ന് സമ്മതിക്ക്. ഇതിനൊക്കെ എന്തുമാത്രം ചെലവുണ്ടെന്ന് അറിയാം അപ്പൂപ്പ. അച്ഛന്റെ അമ്മേരെ കല്യാണം നടത്തിയിട്ടേ എച്ചി കണക്ക് പറയല്ലേ ശിവ? എജ്ജ് കണക്ക് പറയുമല്ലോ അച്ഛാ. ഞങ്ങളുടെ എഫേർട്സ് നിങ്ങളും കാണണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാലി വീഴി അനുഗ്രഹമായിടാ. എന്തെങ്കിലും ചെയ്, വേണ്ടാട്ടെ. ഈ കെട്ടിമേളം കാര്യം അവിടെ പോയി കിടക്കണ്. അച്ഛാ അറിയിക്കണം. ആ മതി. നിങ്ങൾ അങ്ങോട്ട് ഇല്ല, കൈ കൊണ്ട് കിട്ടും. കൈ കഴിയണം. ഒന്നൊരു ശീലമാക്കണ്ട. ഇല്ല ദൈവത്തിനാണ് പണയം വെക്കൂലേ? ആ എങ്ങനെയാണ് അത് തന്നെ പേടി. അമ്മ അമ്മ അനുകരിക്കണം. ആരേ മാമി എന്റെ വകയായിട്ട് അവിടെ കഴിച്ചേട്ടോ. നമ്മ പണയം വെക്കാം. അച്ഛാ ആ കുറെ വിടില്ലേ? കൈ കുറയ്ക്കില്ല. നീ കയറങ്ങോട്ട്. ഇതിലെങ്കിലും ഞാൻ ആദ്യം കയറട്ടടി. ദൈവമേ. പയ്യടാ പയ്യെ ഇരി. കല്ലൂനൊന്ന് പിടിച്ചമ്മ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. നമ്മളിവിടെ ഇങ്ങോട്ട് വിട്. അച്ഛാ ഈശ്വരട്ട് പിടിച്ചോ. അമ്മ എന്നാ ഇതിപ്പോ ഞാൻ എങ്ങനെ പിടിക്കും? ഞാൻ പിടിക്കാം. താഴെ പോയി. അമ്മ പ്രാർത്ഥിക്കട്ടാ. ആദ്യം നീ ഇട്. പ്രാർത്ഥിക്കട്ടാ. ഭഗവാന് ഇനിയെങ്കിലും എന്റെ ദാമ്പത്യം നന്നായിട്ട് പോണേ. അച്ഛൻ മുഹൂർത്തം പോകുന്ന അച്ഛാ ഇട്. പണ്ട് ഇതുവരെ തന്നില്ല നമുക്ക്. ഇനി ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഈ കോമാളിത്തരവും വേഷം കെട്ടലും നിർത്തി അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണം ഇനിയെങ്കിലും. മനോഹരി മനോരഥത്തിൽ മലരോടു മലച്ചോടും മണിമഞ്ചത്തേരിൽ മയങ്ങുമണി വന്നനാ. ഇതെന്താണ് ഇവിടെ പോക്കെ ചുറ്റു വെച്ചിരിക്കണേ? റൂം എങ്ങനെ കാണിച്ചു വെച്ചിരിക്കണേ? ആരാധകനാണ്. നീ കിച്ചണിൽ പോയപ്പോഴേ നമ്മുടെ പിള്ളേർ ചെയ്ത പണിയാണ് ഇതൊക്കെ. ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടെ പഴയ പോലത്തെ പിള്ളേരല്ല നമ്മുടെ പിള്ളേർ. എല്ലാം നല്ല കാര്യഗൗരവമുള്ള പിള്ളേരാണ്. നീ ഇരിക്കേ. കട്ടിലൊക്കെ എന്താണ് കാണിച്ചത്? എന്തൊക്കെ കാണും. എന്തോ അടുത്തിരിക്കണത്? എന്ത് അടുത്തിരിക്കുന്ന എന്തിന്? നിന്നെ തൊടുമ്പോഴേ പഴയ കാലത്തിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അതിന് കൈ പിടിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ കാലത്തോട്ട് പോയി ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യമില്ല. ബാലേന്ദ്രൻ തമ്പിയെ നിനക്ക് ശരിക്കും അറിയില്ല. ബാലേന്ദ്രൻ തമ്പിയെ 30 വർഷമായിട്ട് നന്നായിട്ടറിയാം. ഇപ്പൊ കിടന്നുറങ്ങിയ കൂർക്കം വലിച്ച് നന്നായിട്ട് ഉറങ്ങാം. നമുക്ക് ഉറങ്ങണോ? നിങ്ങൾക്ക് ഉറങ്ങണ്ടെങ്കിൽ ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങിക്കോളാം. ഇനി പ്രായത്തിന്റെ മുന്നിൽ മുട്ട് മുടക്കണോ? കിളവന് വല്ലാത്ത അസുഖമാണല്ലോ ഇത്. കിളവന്റെ മുട്ടമ്പള അല്ല. പിന്നെ ഇത്രയും അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് നീ എന്തിനാ മരക്കൂറ്റി പോലെ? നിന്നെ തട്ടി തട്ടി
പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചതെന്നറിയാം. എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടാ, വീട്ടിൽ വരുമോ വന്നാൽ പുളിമാങ്ങ തരാം. അങ്ങനെയല്ല, പിന്നെ നിങ്ങൾ എന്നോട് പറയാണ് ചെയ്തത് ഞാൻ വീട്ടിലേക്ക് വരട്ടെ, എനിക്ക് പുളിമാങ്ങ തരുമോന്ന്. അപ്പൊ നീ പറഞ്ഞു വീട്ടിലേക്ക് വാ പുളിമാങ്ങ തരാം. പിന്നെ പുളിമാങ്ങ ചോദിച്ചാൽ പറഞ്ഞില്ലേ? എല്ലാം ഓർത്ത് വെച്ചിരിക്കുകയാണ്. അതെ, ഞാനും നീയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കാതെ ഓർത്തു. ഫോൺ മല്ലേ എനിക്ക് എടുക്കട്ടെ ഭവാനി അമ്മ വീട്ടിൽ എത്തി വിളിച്ച് അറിയിക്കായിരിക്കും. വേണ്ട നോക്കട്ടെ, എടുക്കരുതേ. അമ്മയല്ല, അതേ ശ്രീകുട്ടനാന്നേ. ശ്രീകുട്ടനാ കാര്യം എടുക്ക, എന്താ നോക്കാം. ഹലോ, ശ്രീകുട്ട എന്താടാ? എല്ലാം ഭംഗിയായിട്ട് നടന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയെന്നും പടവലത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. നീ കൂടെ ഉണ്ടാവണ്ടായിരുന്നു. ആണോ? എപ്പോ? ആഹാ, അപ്പൊ നമ്മളാരും വരണ്ടേ അങ്ങോട്ട്? അതെന്താ? അവിടെയും പറയണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി ശരി. ഇല്ല ഓക്കെ. ശ്രീകുട്ടൻ നാളെ രാവിലെ 9:30 എയർപോർട്ടിലെത്തുന്നു. നാളെ രാവിലെ 9:30 എയർപോർട്ടിലെത്തുന്നു. അയ്യോ, ഇതിന് പോണ്ടേ? നമുക്ക് വിളിക്കാൻ പോണ്ടേ? അതാവും പറഞ്ഞത്. പടവലത്ത് ആരോടും പറയണ്ട, ഇവിടെ ആരോടും പറയണ്ട, എയർപോർട്ടിലേക്ക് ചെല്ലുകയും വേണ്ട. എനിക്കെങ്ങനെ അറിയാം? എന്തോ പ്രശ്നമുണ്ട്, അതാണ്. എന്ത് പ്രശ്നം? എനിക്കെങ്ങനെ അറിയാന്ന്? നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ചെയ്യ്, എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? നമ്മൾ പോണോ? പോണ്ടേ? അങ്ങോട്ട് ചെല്ലണ്ട, അവൻ ഇങ്ങോട്ട് വന്നോളാന്ന്. എയർപോർട്ടിൽ പോണ്ടേ? നമ്മള് വേണ്ടാന്ന്. പോണം, വരുന്ന ശരിയാവില്ല. അമ്മയുടെ സുന്ദരി. ഇതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ബാ അങ്ങോട്ടോ, ഒരു കാര്യം കാണിച്ചുതരാം. വാടേ, ഇവിടെ നിന്നാ ഫ്ലൈറ്റ് പറഞ്ഞ കാണാം. ഇവിടെ എന്നാ പിന്നെ ഫ്ലൈറ്റ് അല്ല, അവന് ഓട്ടോറിച്ച് വരുന്ന കാണാൻ പറ്റൂ. ധിക്കാരി ഇവനെ കൊണ്ടുവരണ്ടായിരുന്നു കേട്ടാ. നമുക്ക് അകത്ത് പോവായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ കാറിട്ടാലേ നമുക്ക് സൗകര്യമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വാടക കൊടുക്കേണ്ടി വരും. കാരണം അതുകൊണ്ടല്ലേ എന്തോന്ന് അച്ഛൻ ഇങ്ങനെ നടന്ന് പിശുക്ക് കാണിക്കുന്ന? കഷ്ടമുണ്ട് കേട്ടാ. ഇവിടെ അകത്ത് പോയ തിക്കും തിരക്കുവാണെന്ന് ആകപ്പെട്ട പ്രശ്നമാണത്. അവനത് ഇഷ്ടമില്ല, കുട്ടൂർ ഇഷ്ടമല്ല. തന്നെയല്ല, ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. വരണ കാര്യം ആരെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. ഈ അച്ഛന്റെ പണിയാണ് ഈ കയറിയുള്ളത്. അവിടെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. അവന് ഒരു പ്രൈവസി ആണ്. അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ 1-10 പേര് അറിയപ്പെടുന്ന ആളെന്നാണ് അവന്റെ വിചാരം. അതല്ല, അങ്ങോട്ട് വരില്ലായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, ഇപ്പൊ മാമ പോയാലോ? ചിലപ്പോ മാമ എങ്ങനെ പൊന്നെ, മാമ ഇതുവഴിയേ വരൂ. പിന്നെ അല്ലാതെ നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് പറഞ്ഞുണ്ട്. ഫ്ലൈറ്റ് പറഞ്ഞുണ്ട്. കുഞ്ഞിനെ പോവല്ലേ മോളെ? ഇത് ശ്രീകുട്ടനെ കൊണ്ടുവന്ന ഫ്ലൈറ്റ് ആണ്. പിന്നെ ഫ്ലൈറ്റ് വന്നിട്ട് ഫ്ലൈറ്റ് തിരിച്ചു പോയി, എന്നിട്ട് ഇവിടെ ആളെത്തിയില്ല. ഈ കുട്ടമ്പള കൃഷി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ അല്ലത്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് വന്നിറങ്ങി, പിന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത്, പിന്നെ ബാഗേജിൻ്റെ അവിടെ നിന്ന് അതെല്ലാം എടുത്ത് വരുമ്പോൾ ഇവനെ വല്ല കുപ്പിയെല്ലാം കൊണ്ടുവന്ന കസ്റ്റംസാരെ പിടിക്കും. തൊഴിലിട്ടേക്കാൾ പിന്നെ തിരിച്ചിറങ്ങി വരാൻ. അപ്പം അത്രയും ടൈം എടുക്കും. വേറെ എന്ത് പറയാനും കളിയായിക്കണം. വാ
അമ്മ ഇത് ഡൊമസ്റ്റിക് അല്ല, ഇത് ഇന്റർനാഷണൽ, ഇത് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക്കാ? എന്ത് പണിയാണ് ബാലു. ഇന്റർനാഷണൽ അല്ലേ പോകേണ്ടത്, അവൻ ദുബായിൽ നിന്നല്ലേ വരണേ. കണ്ടാ നോക്ക്, ട്രെയിനും ഫ്ലൈറ്റും കൂടെ ഒരുമിച്ച് പോണ അപൂർവ സംഗമം. 12 വർഷത്തിലൊരിക്കൽ ഇത് സംഭവിക്കുള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡൊമസ്റ്റിക് നിർത്തിയത്. ചുമ്മാ ആ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ ആരെങ്കിലും കേട്ടോണ്ടല്ലോ, എനിക്ക് നിന്റെ ചപ്പാക്കുട്ടി അടിച്ചു തരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ഛനും മക്കളും ചളുവാണ്. അതെ, അയ്യോ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റണം കേട്ടാ. സ്ഥിരമുള്ള പതിവാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ, ഒരു 10 പ്രാവശ്യം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങണം. ഭയങ്കര മോശമാണ്. എന്റെ കാര്യം എനിക്കറിയാം. എനിക്ക് മൂത്രം ഒഴിക്കാതെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല. എനിക്ക് എവിടെ നിർത്തണം. അതെ, അമാരോ അവിടെ നിർത്തണേ. ഓ